കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ അങ്ങനെ ഒരെണ്ണം സജ്ജീകരിച്ചിരുന്നു വ്ളോഗർ സഞ്ജു ടെക്കി. രാവിലെ 10-ന് ഇന്നിപ്പോൾ വ്ളോഗറെ മോട്ടോർ വാഹന വകുപ്പ് വിളിപ്പിച്ചിട്ടുണ്ട് RTO ഓഫീസിലെത്താൻ. വാഹനത്തിൻ്റെ രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കാനാണ് നീക്കം. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. അതൊരു സഫാരി കാറാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ സഫാരി കാറിൻ്റെ ഉള്ളിൽ ഒരു ബാത്ത് ടബ് കൃത്രിമമായിട്ടുണ്ടാക്കി അതിൽ വെള്ളം നിറച്ച് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കിയാണ് ആശാന്മാർ ഈ ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വ്ളോഗർ സഞ്ജു ടെക്കിക്കെതിരെ ഇപ്പോൾ RTO വകുപ്പ് തിരിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ലൈസൻസും വാഹനത്തിൻ്റെ രജിസ്ട്രേഷനും ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. വല്ലാത്ത പണിക്കൊക്കെ പോകണമായിരുന്നു എന്നൊരു ചോദ്യം മാത്രമേ നമുക്കുള്ളൂ. സംഭവം നല്ല രീതിയിൽ അർമാദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ അർമാദങ്ങളും കഴിഞ്ഞ് തിരിച്ച് RTO ഓഫീസിൽ എത്തുമ്പോൾ കൈകൂപ്പി നിൽക്കുന്ന ഒരു ടെക്കിയാണോ നമ്മൾ കാണുക എന്നതാണ് ചോദ്യം. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കാൻ പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, പലതരത്തിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ സമ്മാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും RTO ചട്ടങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ എന്താണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം? വാഹനത്തിൻ്റെ ലൈസൻസ് രജിസ്ട്രേഷനും ഈ ഡ്രൈവറുടെ ലൈസൻസും ഒക്കെ പോകുന്ന അവസ്ഥയാണോ? അരുൺ, മോട്ടോർ വാഹന ചട്ടപ്രകാരം വാഹനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു രൂപമാറ്റം വരുത്തുന്നതോ അത് മറ്റു തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതോ നിയമവിരുദ്ധമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്ളോഗർ സഞ്ജു ടെക്കിക്കെതിരെ ആലപ്പുഴ മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് RTO നടപടി തുടങ്ങിയത്. ഈ റോഡിലൂടെ ഈ സഫാരി വാഹനത്തിൽ ടാർപോളിൻ കെട്ടി വെള്ളം നിറച്ച് ബാക്കി ആണ് ഓടിച്ചത്. ഇതിനിടയ്ക്ക് ഈ ടാർപോളിൻ പൊട്ടി വെള്ളം മുഴുവൻ റോഡിലേക്ക് പോയി. ഇതിനെപ്പറ്റി ആളുകൾ പരാതി പറഞ്ഞു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് RTO നടപടിയെടുത്തത്. ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും രജിസ്ട്രേഷൻ റദ്ദാക്കാനുമുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് ഈ മോട്ടോർ വാഹന വകുപ്പിന് ഇത്തരമൊരു നടപടിയെടുക്കാൻ എന്ത് അധികാരമെന്ന് ചോദിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ കൂടി ഈ വ്ളോഗർ സഞ്ജു ടെക്കി ചെയ്തു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാവിലെ 10 മണിക്ക് ആലപ്പുഴ RTO ഓഫീസിൽ ഹാജരാകാനായി സഞ്ജു ടെക്കിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ RTO മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ, അപകടകരമായ ഡ്രൈവിംഗ് തുടങ്ങിയവ കൂടുകയാണ്. ഈ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയേ പറ്റൂ എന്ന നിലപാടിലാണ് മോട്ടോർ വാഹന വകുപ്പ്. എന്തായാലും ഇനി മോട്ടോർ വാഹന വകുപ്പിൻ്റെ വ്ളോഗായിരിക്കും ഇനി അടുത്തതായിട്ട് വൈറലാകാൻ പോകുന്നത്. വ്ളോഗർ സഞ്ജു ടെക്കിക്കെതിരെ നടപടിയുമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് എത്തും. നോക്കൂ, ആ വാഹനത്തിൽ ടാർപോളിൽ വെച്ച് കെട്ടി എത്ര സാഹസികമായി ബുദ്ധിമുട്ടിയാണ് ഈ വാഹനത്തിലുള്ളൊരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത്. എൻ്റെ പൊന്നിയേട്ടാ, ഇങ്ങനെ സ്വിമ്മിംഗ് പൂളൊക്കെ വാഹനത്തിൽ ഒരുക്കണമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വല്ല ക്രൂയിസ് ഷിപ്പിലും പോയി ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചൂടെ? എന്തിനാണ് ഈ നടു റോഡിൽ ഈ പരിപാടി കാണിക്കാൻ പോയത്? അതുകൊണ്ടാണല്ലോ. എന്തായാലും കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം കൗതുകകരമായ കാഴ്ചയ്ക്കുള്ള ആശയത്തെ നമ്മൾ പിന്തുണയ്ക്കും, പക്ഷേ അത് നടപ്പിലാക്കരുത് കേട്ടോ. അത് ആശയമായി തന്നെ ഇരിക്കണം. നടപ്പിലാക്കിയാലുള്ള പ്രശ്നം നാട്ടിലെ ചട്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. എന്തായാലും ആ ഡ്രൈവറുടെ ലൈസൻസ് പോയി കിട്ടി. ഇനി ആ ലൈസൻസിൽ അപേക്ഷിച്ചാൽ നമ്മുടെ ഈ കാലത്ത് ലൈസൻസ് ഒക്കെ എടുത്ത് വരാൻ കുറച്ച് സമയം കൂടി പിടിക്കും.